ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വറുത്തരച്ച ഇടിച്ചക്ക മസാലക്കറിയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ചക്ക സീസണൊക്കെ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇത് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാനൊരു ഇടിച്ചക്കയുടെ പകുതി മാത്രമാണ് എടുത്തിട്ടുള്ളൂ. അത് ഇതുപോലെ ഞാൻ ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാതെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഞാനൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലോട്ട് ഒരു സവാള കട്ട് ചെയ്തത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 5 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിലോട്ട് സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് നെടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ കുറച്ച് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ച ഇടിച്ചക്ക ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് 2 മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇടിച്ചക്ക വേവാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് നല്ലപോലെ വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇടിച്ചക്ക വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ ഞാനൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലോട്ട് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു 1.5 കപ്പ് തേങ്ങ ചിരവേത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 5 ചെറിയ ഉള്ളി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 2 കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പം ഇനി നമുക്കിതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ചൂടാറിയ ശേഷം നന്നായിട്ട് നമുക്കിത് അരച്ചെടുക്കണം. ഇപ്പം ഞാൻ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇടിച്ചക്ക വെന്തോന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക നല്ലപോലെ വെന്ത് വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് ഈ അരച്ച തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലോട്ട് നമുക്ക് എത്രയാണ് കറിക്ക് വേണ്ടത് വെച്ചാൽ അത്ര വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കിപ്പോൾ ഇതിൽ ഉപ്പുണ്ടോ നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനൊരു ഇത്തിരി ഉപ്പ് കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് നല്ലതുപോലെ തിളപ്പിച്ചിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട്
വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലോട്ട് ഞാനൊരു 5 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിതിലോട്ട് ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിയിലോട്ട് ഇനി ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടിയും ദോശയുടെ, ഇഡ്ഡലിയുടെയും, ചപ്പാത്തിയുടെ എല്ലാത്തിനും കൂടി നമുക്ക് കഴിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ടൈമിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.